ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഒരു പഴയകാല മനയുടെ കുറച്ച് വാസ്തുവിദ്യകളും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇത് വളരെയേറെ പഴക്കമുള്ള ഒരു മനയാണ്. ഇന്നിവിടെ താമസവും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടുത്തെ തടി കൊണ്ടുള്ള വർക്കുകളാണ് നിങ്ങളൊന്ന് കാണേണ്ടത്. മുമ്പത്തെ നമ്മുടെ ഭിത്തികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തടി കൊണ്ടുള്ള രീതിയിലുള്ള വർക്കുകളാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ വർക്കുകളും കാര്യങ്ങളൊക്കെ ശരിക്കും അന്യം നിന്ന് പോയിരിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും ഇപ്പോഴും ഇതിനൊരു ഇളക്കമോ കേടുപാടുകളോ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത. വർഷങ്ങൾ പഴക്കമുള്ള ഒരു മനയാണ്. ഇത് നോക്കാനും ആരുമില്ല, ഒറ്റപ്പെട്ട് കിടക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് പത്തായപ്പുരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ നമ്മുടെ ഈ പത്തായപ്പുര അങ്ങനെയുള്ളതൊക്കെ. കാര്യം ഇനിയുള്ള തലമുറയിൽ അതൊന്നും കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം ഇന്നത്തുള്ള കുട്ടികൾക്കൊന്നും ഉണ്ടായില്ല. കാര്യം അതൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള വാസ്തു വിദ്യകളും കാര്യങ്ങളും ഇല്ല. അപ്പോൾ അതുമൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ നമ്മൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇവിടെ നിന്ന് വിശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ മച്ചിലും കാര്യങ്ങളിലും എല്ലാം ചെയ്തിരിക്കുന്ന തേക്കിൻ്റെയൊക്കെ വുഡ് കൊണ്ടുള്ള പാനലിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇത് കൂടുതലും ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ടൊന്ന് കയറാനായിട്ടുള്ളൊരു വകുപ്പാണ് നിങ്ങൾ നോക്കുന്നത്. എന്തായാലും ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ്. മുമ്പ് നമ്മുടെ പഴയ സിനിമയിലെ നാഗവല്ലിയൊക്കെ കാണുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് ഞങ്ങൾ അകത്തോട്ട് കയറുന്നത്. കുറേയേറെ റൂമുകളൊക്കെ ഇവിടെ പൂട്ടിയിട്ടിട്ടുണ്ട്. അതൊന്നും നമുക്ക് തുറക്കാനും കാര്യങ്ങളൊന്നും കാണാനൊന്നും സാധിക്കത്തില്ല. കാര്യം വെച്ചാൽ നേരത്തെ താക്കോലുകളും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഉടമസ്ഥരുടെ കൈകളിൽ ശാരിക്കും. ഒരു പഴയകാല ഷോക്കേസാണ്. അതിൻ്റെ അകത്ത് കുറച്ച് പഴയകാല സാധനങ്ങൾ, ശംഖ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേൽക്കൂരയാണ് എൻ്റെ കാണേണ്ടത് തന്നെയാണ്. അതിൻ്റെ കൂട്ടും അതിൻ്റെ ജോയിൻറ്റും ക്ലിയറൻസും എല്ലാം ഒരു പഴയകാല സ്റ്റെയർ കേസ് വുഡ് കൊണ്ടുള്ള, അതും അവരുടെ മച്ചിലേക്കുള്ളതാണ്. ജനൽപ്പാളികൾ, വിൻഡോസ് വരെ ഇതിൽ ചെയ്തിരിക്കുന്നതെല്ലാം വുഡിലാണ്. ഇതാണ് പഴയകാല വാൾഡ്രോപ്പ്. ഒരു ഭിത്തി വുഡൻ പാനൽ ചെയ്തിട്ട് അവിടെയാണ് വാൾഡ്രോപ്പായിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതും വുഡൻ കൊണ്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ പഴയകാല വാസ്തുവിദ്യകളെ പണിക്കാരെ നമ്മൾ ഓർക്കേണ്ടത്. ശരിക്കും അവരുടെ കഴിവുകൾ അവരത് എത്രത്തോളം വിനിയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ്. ഇന്നത്തെ തലമുറയിലുള്ളവർക്കൊന്നും ഈ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനായിട്ടുള്ള അറിവൊന്നും കാണില്ല. ഇതിൻ്റെ മുകൾ വശമാണ് മച്ച്. ഇവിടെ ഒരു നല്ല രീതിയിലുള്ളൊരു സ്റ്റോറേജോ കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ഇത്രയും പേരും കയറി നിൽക്കുകയാണ്. കൂട്ടുകാരെല്ലാ സെക്ഷനും ഞങ്ങളിവിടെ കയറി നിൽക്കുന്നുണ്ട്. അതിൻ്റെ കുറേ പലകളും കാര്യങ്ങളൊക്കെ ഇച്ചിരിയൊക്കെ ദ്രവിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും സ്ട്രോങ് ആണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടുത്തെ പത്തായപ്പുര ഒരാൾക്ക് നമുക്ക് നിവർന്ന് നിൽക്കാനായിട്ട് കഴിയില്ല. അത്രയും ഹൈറ്റ് ഇതിനുള്ളൂ. മണ്ണിനടിയിലോട്ട് കുഴിച്ച് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. അതും ഇതിൻ്റെ മുകൾ വശമൊക്കെ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തേക്കിൻ്റെ വലിയ വലിയ കഷ്ണങ്ങൾ കൊണ്ടാണ് ഇതിൻ്റെ അകത്ത് പാനലിങ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ ഒരു പുറത്തോട്ടൊരു ഔട്ടർ വിൻഡോയും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പത്തായപ്പുരയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കതൊക്കെ കാണാൻ സാധിക്കും. മുമ്പ് കുറേ സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് പ്രൗഢി വിളിച്ചോടുന്ന ഒരു പത്തായപ്പുര. പഴയകാല പ്രൗഢി വിളിച്ചോടുന്ന രീതിയിലാണ്. എത്രയോ നെല്ലും കാര്യങ്ങളും എല്ലാം സ്റ്റോർ ചെയ്തിരുന്നൊരു സ്ഥലമാണ്.